ഹലോ ഗൈസ്, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് ആണ്. അപ്പം ഞാൻ ഫസ്റ്റ് ഈ ടോപ്പാട്ടോ, ഈ ടോപ്പ് ബ്ലാക്ക് ടോപ്പാണ്, പിന്നെ അതിനുള്ള സിഗരറ്റ് പാൻറ്റ്, പിന്നെ ഈ പച്ച ഷാൾ. നമുക്കപ്പോൾ ഇത്ര ഇട്ടിട്ട് വരാം. ഞാൻ ഈ ദുപ്പട്ട ഇട്ടു, പാൻറ്റ് ഇട്ടു, ഇനിയിപ്പോൾ ഈ ഷാൾ കൂടി ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ ഡ്രസ്സിങ് കംപ്ലീറ്റഡ്. ദെൻ നമുക്കിനി ഒരുങ്ങാം. അപ്പോൾ നമുക്ക് ഒരുങ്ങാം. ഫസ്റ്റ് ടോണർ, പ്ലമ്മിൻ്റെ ടോണർ കേട്ടോ. പിന്നെ ഈ മോയ്സ്ചറൈസർ ആട്ടോ, ഡെർമാടച്ചിൻ്റെയാണ്, ആൻറ്റി ആക്നി ഓയിൽ ബാലൻസ്ഡ് ആണ്. ഇതെനിക്ക് ഉപയോഗിച്ചിട്ട് ഭയങ്കര ഉപയോഗമാണ്. കാരണം എൻ്റെ നല്ല ഓയിലി സ്കിൻ ആയിരുന്നു. പക്ഷേ ഇപ്പം നല്ല മാറ്റമുണ്ട് എനിക്ക് അങ്ങനെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വലിയതായിട്ട് ഒത്തിരി അങ്ങ് ഓയിലി ആവത്തില്ല. നേരത്തെ അപേക്ഷിച്ചിട്ട് എനിക്ക് നല്ല മാറ്റമുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു 3-4 വട്ടം 3-4 പാക്കറ്റ് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ടേ. പിന്നെ ലിപ് ബാം, ഇത് ഡോട്ട് ആൻഡ് കീയുടെ ലിപ് ബാമാണ്, എനിക്കിഷ്ടമാട്ടോ. പിന്നെ സൺസ്ക്രീൻ ഡെർമാക്കോയുടെ ആണ്. ഞാൻ കൺവേർട്ട് ചെയ്തതല്ല കേട്ടോ, അതിന് മുമ്പത്തെ സാധനമാണ്. ഇത് തീരാറായതുകൊണ്ട് ഞാൻ അടുത്ത വാങ്ങിച്ചതാണേ. ഞാൻ ഇങ്ങനെ ഡോട്ടായിട്ടാണ് കുറേ ഇട്ട് കൊടുക്കുന്നത്. 3 ഫിംഗർ റോളും 2 ഫിംഗർ റോളൊന്നും ഇല്ല. സ്മോൾ എമൗണ്ട് ഓഫ് ഹിമാലയ പൗഡർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതാട്ടോ യൂസ് ചെയ്യുന്നത് കുറേ നാളായിട്ട്. കാരണം എൻ്റെ ആക്നി സ്കിന്നാണ് എന്ന് വെച്ചാൽ പെട്ടെന്ന് കുരു വരും. അപ്പോൾ പിന്നെ ഇതാണ് കുറച്ചും കൂടെ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് കണ്ണെഴുതാം. ആദ്യം നമ്മൾ ഇത് കൺവെൻഷൻ പോലത്തെ സാധനമാണ്. ഇത് വെച്ച് ഞാൻ അടിയിൽ കണ്ണെഴുതാം. എന്നിട്ട് ഐലൈനർ വെച്ചിട്ട് മെല്ലി വയ്ക്കും. ഓക്കെ, തന്നെ ഐലൈനർ ബ്ലാക്ക് കുർത്തികളുടെ നല്ല കട്ടിയായിട്ടുള്ള കണ്ണെഴുതുന്നുണ്ട്. അടിപൊളിയായിരിക്കും അല്ലേ? നമുക്ക് നോക്കാം. അത് ഞാൻ കണ്ണെഴുതി. ഇപ്പോൾ നമുക്ക് പൊട്ട് കൊടുക്കാം. ഞാൻ എപ്പോഴും മറ്റേ ഐടെക്സിൻ്റെ കുഞ്ഞു പൊട്ടാട്ടോ യൂസ് ചെയ്യുന്നത്. എനിക്കത് ഇഷ്ടം. എത്ര P8 P9 ആ മോഡൽ ഉണ്ട്. പൊട്ട് എടുപ്പത്തേക്ക് നമുക്കൊരു മാറ്റം മതി. ഇനിയിപ്പോൾ നമുക്ക് ഹെയറൊക്കെ സെറ്റ് ആക്കാം. ഓക്കെ, അപ്പം അതിന് മുമ്പ് നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ഇത് ഹ്യൂഡ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്കാണ്. ഇത് ഡാസ്ലറിൻ്റെ മറ്റേ 25 ഷെയ്ഡാണ്. അപ്പം ഇതിട്ട് 25 ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചുണ്ട് കറക്കൂടി ഇങ്ങനെ കേട്ടതല്ല, ശരിക്കും അത് കറക്കത്തുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇതും കൂടെ രണ്ടും മിക്സ് ആക്കി ചുമ്മാ ഇടാം. എന്തുമില്ല, എനിക്ക് ഇതൊന്നും ഇട്ടില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. അതുകൊണ്ടാക്കും. അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ടു. ദെൻ ഇനി നമുക്ക് കമ്മലിടാം അല്ലേ. എനിക്ക് കുഞ്ഞ് കമ്മലാട്ടോ താല്പര്യം. എന്ന് വെച്ചാൽ ഒന്നാമത് നേഴ്സിംഗ് ആണ് നമ്മുടെ ഫീൽഡ്. അപ്പോൾ എപ്പോഴും കുഞ്ഞ് കമ്മലൊക്കെ ഇടാനേ പറ്റത്തുള്ളൂ. വലിയ കമ്മൽ ഇടും എന്ന് വെച്ചാൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇടും, ഇടാതിരിക്കത്തൊന്നും ഇല്ല. പക്ഷെ എന്നാലും പുറത്തൊക്കെ പോകുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് തോന്നുന്നത് കുഞ്ഞു കമ്മൽ അല്ലെങ്കിൽ. ഇനി ഹെയർ ആണ് സീൻ. ഇനി അതെങ്ങനെ കിട്ടും, എന്ത് രീതി ചെയ്യും ഒന്നും പറഞ്ഞോടാം. നമുക്ക് കെട്ടിയിട്ട് വരാം. എന്തായാലും ഒരു ചന്ദനക്കുറി കൂടെ പത്താക്കാം. വലിയ കുറിയെ പോയി ഞാൻ പറഞ്ഞു. ചന്ദനം ഇട്ടപ്പോൾ നമ്മുടെ മുഖം തന്നെ മാറുന്നു. മാറ്റം കണ്ടു അല്ലേ? ലൈക്ക് ഇറ്റ്. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് ലുക്ക്. ഇതല്ല, ഇതാ ഈ ഷോളും കൂടി ഇട്ട് കഴിയുമ്പോൾ ലാസ്റ്റ് ലുക്ക് ആകും. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.